ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി ആസ് യൂഷ്വൽ വീഡിയോ കെയർ ദ ഏജൻറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദാസ് ക്യാപിറ്റൽ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തും വൈസ്മാനിലുള്ള സത്യദാസ് എന്ന് പറയുന്ന ആളുടെ ഓഫീസിലാണ്. ഞാൻ അകത്തോട്ട് കയറാണ്. പുള്ളി ഇവിടെ കംപ്ലീറ്റ് അടിപൊളിയാണ്. ഇത്രയും ചെറിയ സ്ഥലത്തിനകത്ത് എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കംപ്ലീറ്റ് തന്നെ മൊബൈൽ പരിപാടികളുണ്ട്. ചേട്ടാ, ഇതാണ് നമ്മുടെ സ്വന്തം ബ്രോയാണിത്, ബിഗ് ബ്രോ. ആള് ചെറുതാണേലും എൻ്റെ ബിഗ് ബ്രോ ആണ് കേട്ടോ. സത്യമാണ് നമ്മൾ പറഞ്ഞ പോലെ വൈസ്മാൻ്റെ പ്രോജക്റ്റ് അറിയാമല്ലോ, കെയർ ദ ഏജൻറ്റ്, പ്രായമുള്ളവരെ കരുതാന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓടി നടന്ന് എല്ലാവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുകയാണ്. അപ്പം സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിൻറ്റിങ് ഇഷ്ടംപോലെ പരിപാടിയുണ്ട്. എന്തൊക്കെ ചെയ്യുന്ന സത്യമാണ് പെട്ടെന്ന് പറയും. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കാം. അതെ, മൊബൈലിൻ്റെ ഇതുണ്ട്, കേസും പിന്നെ റീചാർജിങ്ങും പിന്നെ അക്സസറീസും ഇത് കപ്പ് ഇങ്ങനെയുള്ള എല്ലാ പ്രിന്റിങ് കോപ്പി എല്ലാ പരിപാടികളും ഉണ്ട്. അതുപോലെ ഇത് ഇപ്പം എൻ്റെ തന്നെ സ്ഥാപനത്തിൻ്റെ ഇത് അടിച്ചു തന്നു, അത് കളക്ട് ചെയ്യാൻ വന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇത് കെയർ ദ ഏജൻറ്റ്, അതായത് പ്രായമുള്ളവർ കരുതുക എന്നുള്ളതിനെ പറ്റി എങ്ങനെയാണ് സത്യാനൻ്റെ ഇതൊന്ന് പറയും? കുഴപ്പമില്ല. അല്ല, തീർച്ചയായിട്ടും പ്രായമുള്ളവരുടെ നമ്മളൊരു കരുതൽ എപ്പോഴും വേണമല്ലോ. പ്രായമുള്ളവർക്ക് പിന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുൻപിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകുന്നില്ല. പക്ഷേ പിന്നോക്കം നിൽക്കുന്നവർ അപ്പം അവരുടെ മക്കളും ഒക്കെ തന്നെ അവർ പരാധീനത അനുഭവിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രായമുള്ളവർക്ക് അവർക്ക് മക്കളോടോ ചെറുമക്കളോടോ അവരുടെ ആവശ്യങ്ങൾ പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു താങ്ങായാൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. പറയാൻ വയ്യ എന്ന് പറയുമ്പോൾ ജനറേഷൻ ഗ്യാപ്പിൻ്റെതുണ്ട്. അതല്ലെങ്കിൽ തന്നെ അവർ തന്നെ പ്രാരാബ്ദത്തോട് ജീവിക്കുന്നെങ്കിൽ അവരോട് എങ്ങനെ പറയും എന്നുള്ള എനിക്ക് ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിനെ തള്ളി പറയില്ല. എന്താണ് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് ഒരു കാരണമായിരിക്കും. അതായത് പിള്ളേർ മൊബൈലിലും വാട്സാപ്പിലും, പുതിയ പിള്ളേർ വാട്സാപ്പല്ല, എല്ലാവരും ഇൻസ്റ്റാഗ്രാം. അവരെ വിളിച്ചാൽ തന്നെ അവർക്ക് ദേഷ്യമാണ്. പക്ഷേ അണ്ണന്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ പേരൻസ് ഒക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയാൻ പറ്റുമോ? എന്നിന്റെ ഒരു അംശം പോലും അവിടെ വരില്ല. പേടിച്ചെന്ന് പറഞ്ഞ സ്നേഹം കൊണ്ടുള്ള പേടി ആണെന്ന്, സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അത് നമ്മളന്ന് ചെയ്തത്. ആ കാലമൊന്നും ഇനി തിരിച്ചു വരുമെന്ന് ഒരിക്കലും എനിക്കൊന്നുമില്ല. ഒരു പരിധിവരെ നമ്മുടെ കുഴപ്പമായിരിക്കും, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയല്ലേ അത്? അതിപ്പോ നമ്മുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അവർക്ക് കൂടുതൽ പിന്നെ സ്പേസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. പേരൻസ് ഒക്കെ കഴിഞ്ഞു പോയി. പിന്നെ തീർച്ചയായും നന്നായിട്ട് നോക്കും. ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. വന്ന ശേഷം അമ്മയെ അവസാനം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഇപ്പം മോളും വൈഫും ഞാൻ മാത്രം സുഖമായിട്ട് പോകുന്നു. എന്തായാലും കൊള്ളാം. ഇത്രയും നേരം സത്യനൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത് ഞങ്ങളുടെ ഈ വീഡിയോ കൊണ്ട് ഒരാളെങ്കിലും മാറിയാൽ, ഒരാൾക്കെങ്കിലും പോസിറ്റീവ് തോട്ട് വന്നാൽ ഞങ്ങൾ വിജയിച്ചു അല്ലേ? തീർച്ചയായും. God bless. God bless. Bye bye.